വികസന കുതിപ്പിൽ പുത്തൻ അധ്യായം തുറന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് വിഴിഞ്ഞം വിസ്മയമായി മാറിയെന്നും കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടന വേദിയിലും അവകാശവാദം ഉയർന്നു. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, has switched on the piling works for capacity augmentation at the container berth second phase expansion area of Vizhinjam International Seaport. എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഔപചാരികമായി തുടക്കം കുറിച്ച് കഴിഞ്ഞു എന്ന കാര്യം പ്രഖ്യാപിക്കട്ടെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേര് സുവർണ ലിപികളാൽ അടയാളപ്പെടുത്തി കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കിയാണ് അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. 4 ഘട്ടമായി പൂർത്തിയാക്കാൻ ആലോചിച്ച പദ്ധതിയാണ് വേഗം കൂട്ടി ഒറ്റഘട്ടമായി പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത്. 800 മീറ്റർ ബെർത്തിൽ നിന്ന് 5 മദർഷിപ്പ് ഉൾക്കൊള്ളുന്ന 2000 മീറ്റർ ബെർത്തും 4 കിലോമീറ്റർ പുലിമുട്ടും 1,00,000 TEU കണ്ടെയ്നർ ശേഷിയുമൊക്കെയായി ശരവേഗത്തിലാണ് നിർമ്മാണം. റോഡ് വഴിയുള്ള ചരക്ക് നീക്കം തൊട്ടടുത്ത ദിവസം സാധ്യമാകും. ഈ വികസന കുതിപ്പിന്റെ തുടർച്ചയ്ക്കായി ജനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ പിന്തുണയാണ് കരുത്തായി മാറിയത്. അതിൻ്റെ ഭാഗമായാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കാനായത്. ഇനി അങ്ങോട്ട് പൂർത്തിയാക്കാനുള്ള എല്ലാ വികസന കാര്യങ്ങൾക്കും നാടിൻ്റെ താൽപ്പര്യം മുൻനിർത്തി ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടന വേദിയിലും അവകാശവാദമുയർന്നു. പദ്ധതിയുടെ ശില്പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്നും ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിൽ കാലതാമസമുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു. നമുക്കറിയാം 2014 ആരംഭിച്ച ഈ പദ്ധതി നമുക്ക് 2019 ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ ഒന്നാം ഘട്ടം 5 വർഷം വൈകി 2024 നമ്മൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകൽ നമുക്ക് ഇനി എല്ലാ കാര്യങ്ങളും വേഗത്തിലാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ആ കുറവ് നമുക്ക് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. Vizhinjam International Seaport is a shining symbol of this vision. Since its dedication to the nation by our Honorable Prime Minister Narendra Modi ji in May 2025, Vizhinjam has demonstrated remarkable operational performance. In a short span, the port has handled over 710 vessels, handling more than 1.51 million TEUs. കേന്ദ്രമന്ത്രിയെ വേദിയിലിരുത്തി കേന്ദ്ര സർക്കാരിനെ മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം അടിച്ചേൽപ്പിച്ചത് നീതിയുക്തമല്ലാത്ത നിബന്ധനകളാണെന്നും തൂത്തുക്കുടിക്ക് നൽകിയ പരിഗണന കേരളത്തിന് കിട്ടിയില്ലെന്നും മന്ത്രി തുറന്നടിച്ചു. വിഴിഞ്ഞത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം പിതൃത്വം ഏറ്റെടുക്കലല്ല, മറിച്ച് കേരളത്തോടുള്ള അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നാളിതുവരെ രാജ്യത്തെ ഒരു പദ്ധതിക്കും ബാധകമല്ലാത്ത, ഒട്ടും നീതിയുക്തമല്ലാത്ത നിബന്ധനകളാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ ശില്പികൾ ഇവിടുത്തെ ജനങ്ങളും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ്റുമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്കോർമ്മിപ്പിച്ച കരൺ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകളെയും പ്രശംസിച്ചു. Vizhinjam is the result of sustained political will across administration and across party lines to acknowledge the foundational role played by the late Shri Oman Chandi ji, under whose leadership this project was awarded and given its initial momentum. His belief in Vizhinjam as a transformative opportunity for Kerala laid the groundwork for what we see taking shape today. This continuity of the vision has been carried forward with exceptional resolve under the leadership of the Honorable Chief Minister. റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിന് വേണ്ടി ഹൈവേയിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു.
ന്യൂസ് മലയാളം, തിരുവനന്തപുരം.